MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് വാരപ്പെട്ടി പല്ലാരിമംഗലം പഞ്ചായത്തിൽ സ്വീകരണം നൽകി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നന്ദി പ്രകാശന യാത്രയ്ക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി പല്ലാരിമംഗലം പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. ഈ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ UDFന്റെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വളരെ വേഗം ഇവിടെ എല്ലാം ഒന്ന് ഓടിപ്പോവുകയായിരുന്നു. അപ്പോഴെല്ലാം UDFന്റെ നേതാക്കന്മാർ വളരെ സജീവമായ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയാണ് ഈ ഉജ്ജ്വലമായ ഐതിഹാസികമായ മുന്നേറ്റം അത് സാധ്യമാക്കിയത് എന്ന തിരിച്ചറിവിൽ തന്നെ നിങ്ങൾ നൽകിയ എല്ലാ സേവനങ്ങൾക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. പകലന്തിയോളം വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ വിശാലമായ നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ്. എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നതോടൊപ്പം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം വാരപ്പെട്ടിയിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ KP ബാബു, PK ചന്ദ്രശേഖരൻ നായർ, ഷമീർ പനക്കൽ, PS നജീബ്, നിസാർ ഇറക്കൽ, മാത്യു എ കുറ്റം, എൽദോസ് കിച്ചേരി, നസീർ മുല്ലശ്ശേരി, ശ്രീകാന്ത് ഇളങ്ങവൻ, നോബി കുറ്റം, ഡയാന നോബി, ബിന്ദു ശശി, KA ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 സർക്കാരുകളുണ്ട്. ചേട്ടൻ മോദിയുടെയും അനിയൻ മോദിയുടെയും ധിക്കാര രാഷ്ട്രീയത്തിന്റെ ധിക്കാരത്തിന്റെ പ്രതിഫലനമായി കേരളത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ 2 ഗവൺമെന്റുകളെയും തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് തിരുത്തുവാനെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഉള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് മുഴുവൻ സീറ്റുകളും നേടുന്ന തരത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തോട് തൊട്ടടുത്ത് ഏതാണ്ട് 10-100 സീറ്റുകൾ ഇന്ന് പല്ലാരിമംഗലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ പരിപാടികളിൽ ഇബ്രാഹിം കവല, MM മലിയാർ, KM അബ്ബാസ്, KJ ബോവൻ, നസീർ മുല്ലശ്ശേരി, അമീർ തടത്തിക്കുന്നൽ, KK അഷ്റഫ്, നീളാർ കുന്നേക്കുടി, KM മുഹമ്മദ്, മക്കാർ കുറിഞ്ഞിലക്കോട്ട്, അബി ഇട്ടിപ്പാറ, ഷൌക്കത്ത് MP, KE കാസിം, അലി അൾട്ടിമ, ഷാഫി മംഗലത്ത്, ലത്തീഫ് കൊളത്തായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എല്ലാം ശക്തിപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. അതിശക്തമായ ആ പോരാട്ടത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി അജയ്യനായി മാറുകയും അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നയിക്കുന്ന പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാം. അതോടൊപ്പം സംസ്ഥാന തലത്ത് ഐക്യജനാധിപത്യ മുന്നണി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.